ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അമ്മൂന് ക്ലാസ്സില്ലാന്നേ ഉള്ളൂ, എന്നാലും കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്. ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ട്രീ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഞാൻ ദോശയാട്ടോ ഉണ്ടാക്കിയത്. ദോശയ്ക്ക് സാമ്പാർ ഞാൻ മറ്റേ വെള്ളക്കടല കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് സാമ്പാറും കടലക്കറിയും ഉണ്ട് ഇനി ലഞ്ചിനാണെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് പണികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ലഞ്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങാമെന്ന്. അപ്പോൾ എനിക്ക് ബീൻസും കൂടെ തോരൻ വെച്ച് വെക്കണമായിരുന്നു. ബാക്കി കറികളെല്ലാം ഉണ്ട്. അപ്പോൾ ബീൻസും കൂടെ തോരൻ വെച്ചാൽ ഉച്ചക്കത്തേക്കുള്ള കാര്യമൊക്കെ സെറ്റാകും. അപ്പോൾ ഇതുണ്ട്, ഞാൻ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ മേടിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയാണ് ഒരു 4-5 ദിവസത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ തോരനാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മിക്കവാറും മെഴുക്കുവരട്ടി വെക്കുകയുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ തേങ്ങ എനിക്ക് ചിരണ്ട ഭയങ്കര പാടാണ്, കഴിച്ച് ഭയങ്കര വേദന ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ മേടിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതും കൂടെ അങ്ങ് തോരൻ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മുവും കൂടെ ക്ലാസ് ഇല്ലാത്തൊരു ദിവസം നോക്കി ഞങ്ങൾ ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന കേട്ടോ. കാരണം അമ്മുവിന് വലിയ ഇഷ്ടമാണ് അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അമ്മുവിന് ക്ലാസ് ഇല്ലല്ലോ, അപ്പോൾ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഈ കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും കൂടെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ എൻ്റെ ചെടിയുടെ അവിടെയൊക്കെ ഭയങ്കര കുളമായി കിടക്കുകയാണ് ചെടികളൊക്കെ. കൂടുതലും നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ മണി പ്ലാന്റ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു സൈഡിൽ ഈ മതിലയിലേക്കൊക്കെ കയറി പിടിച്ചിട്ട് പെയിൻ്റൊക്കെ പോയി ആകപ്പാടെ എന്താ വൃത്തികേടാവുക. പിന്നെ ഒരുപാടായിട്ട് ഇപ്പോൾ ചെടികളൊന്നും അങ്ങനെ നോക്കാനായിട്ടൊരു സമയം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ക്ലീനിങ്ങും ഭയങ്കര ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ആദ്യമൊക്കെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് നീറ്റാക്കി എടുക്കാമെന്ന്. അപ്പോൾ ലഞ്ചിനുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്ലേറ്റും ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ കൊണ്ടുപോയിട്ട് അതിലേക്ക് എടുത്തിട്ട് കഴിക്കാനാകുമ്പോൾ അതാകുമ്പോൾ ലഞ്ച് ബോക്സിനകത്തുനിന്ന് കഴിക്കാൻ പാടല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവരെയൊക്കെ പറഞ്ഞു വിട്ടതാ. ഇതാണ് ഇപ്പം നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ. ഇനി എനിക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് രാവിലെ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് രാവിലെ അത്യാവശ്യം എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോഴത്തേക്കും പാത്രം കൊണ്ട് നിറയും സിങ്ക്. പിന്നെ അതൊക്കെ എടുത്ത് കഴുകി പറക്കി വെച്ചാലേ ഒരു നീറ്റാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഹാൻഡ് വാഷൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തേക്കൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ ഇരിക്കുന്നു, പിന്നെ കിച്ചണിനകത്തെയും പിന്നെ ബാത്റൂമിനകത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം അതിനകത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടാണ് വെക്കാറ്. പക്ഷെ ഞാൻ ഇന്നും അങ്ങനെ വെള്ളമൊന്നും യൂസ് ചെയ്തില്ല. എന്നിട്ട് ഞാൻ ബാക്കി റീഫിൽ പാക്കിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ കിച്ചണിൻ്റെ സിങ്കും നമ്മുടെ വാഷ് ബേസിനും കൂടെ ഒന്ന് കഴുകിയിടും കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെ അങ്ങ് കഴുകിയിടാറുണ്ട് അത് വെച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മണവും കിട്ടും നമ്മുടെ ആ സിങ്കിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കിച്ചണിൻ്റെ എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്കുള്ളതും എല്ലാം റെഡിയായി. ഇനിയിപ്പം വൈകുന്നേരം വരെ ഞാൻ കിച്ചണിൽ കയറുന്ന പരിപാടിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ട്രീ ഞങ്ങൾ എടുത്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രീ ഒക്കെ എടുത്ത് ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക്, ന്യൂ ഇയർ കഴിയുമ്പോഴേ ട്രീ മാറ്റുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെടുത്തത് സ്റ്റോർ റൂമിനകത്ത് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ട് ഈ ട്രീക്ക്. നമ്മൾ സാധാരണ സിറ്റ് ഔട്ടിലാണ് ഈ ട്രീ വെക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ സിറ്റ് ഔട്ട് വെച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, ഇന്ന് ഇപ്രാവശ്യം നമുക്ക് അകത്ത് വയ്ക്കാം. നമുക്കും കാണാനൊരു ഭംഗിക്ക്, നമുക്കിങ്ങനെ ഇടയ്ക്ക് രാവിലെ എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ, ഒരു ക്രിസ്മസ് ആയി എന്നുള്ളൊരു ഫീൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് തോന്നും. അപ്പോൾ ഇതാ അമ്മു ട്രീ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മു ഇതാ സാൻഡയെ കൊണ്ടുപോയി അവിടെ തൂക്കിയിട്ടു. അപ്പോൾ അമ്മു ആണ് കേട്ടോ എല്ലാ പ്രാവശ്യവും സാൻഡേനെ ഇടുന്നയാൾ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തു. ഈ സത്യത്തിൽ ഒരു സാൻഡേന്നല്ല 2-3 കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം നമ്മുടെ കയ്യിൽ 2-3 വർഷമായിട്ട് ഈ ട്രീയും ഉണ്ട്, ഇതിൻ്റെ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോരോ സാൻഡയായിട്ട് അമ്മു തന്നെ എല്ലാ വർഷവും കളഞ്ഞതാട്ടോ. അപ്പോൾ ഇപ്പം ബാലൻസ് ഈ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇതാ അമ്മുനോട് ഞാൻ പറഞ്ഞു, നീ അത് പതുക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിക്ക്, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് പുറത്തെ അവസ്ഥ കേട്ടോ. ഈ ബൊഗൈൻവില്ലയൊക്കെ നന്നായിട്ടിങ്ങനെ എന്താ പറയുക, കമ്പൊക്കെ ഭയങ്കരമായിട്ട് വലുതായിരുന്നു. അപ്പം നമുക്കതിൽ നടക്കുമ്പോൾ നമ്മുടെ കയ്യിലും കാലയിലൊക്കെ ഇങ്ങനെ അതിൻ്റെ മുള്ള് കൊണ്ടിട്ട് മുറിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറേ ഇതൊന്ന് വെട്ടിക്കളയണമെന്ന് വിചാരിക്കുന്നു.
അതുപോലെ ഇതാ നമ്മുടെ കിച്ചണിൻ്റെ ആ സൈഡാട്ടോ, അവിടെ അങ്ങറ്റത്ത് കാണുന്ന കിണറാണ്. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഇനി ചെടികളൊന്നും ഇപ്പോൾ തൽക്കാലം വെക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ചെടികളെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു കേട്ടോ. ഇനി എനിക്ക് ഇവിടെ ഭയങ്കര വലിയ ടാസ്ക്കാണ്. ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ചെടികൾ എവിടെ വെക്കൂ എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. കാരണം ഒരു സൈഡിൽ വെച്ചുകൊണ്ടിരുന്ന ചെടികളാണല്ലോ. കൂടുതലും നമുക്ക് മണി പ്ലാന്റ് ആണ് ഇതിനകത്തുള്ളത് കേട്ടോ. മണി പ്ലാന്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് അത് കട്ട് ചെയ്ത് വിട്ടാൽ അതിങ്ങനെ നല്ല ബുഷിയായിട്ട് വളരും. പക്ഷെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് വിട്ടുപോയി കഴിഞ്ഞാൽ അത് നേരെ ഭിത്തിയിലേക്ക് അങ്ങ് കയറി പിടിക്കും. പിന്നെ ഭിത്തിയുടെ പെയിന്റ് പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് ഈ സൈഡിൽ വെച്ചായിരുന്നു. പിന്നെ ഞാൻ അവിടെയൊന്നും വെച്ചില്ല കേട്ടോ. അപ്പം ഞാൻ ഒരുവിധം അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടും. അപ്പം എന്നിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ചട്ടിയും കൂടെ എവിടെയിലേക്കോ ഒന്ന് മാറ്റാനുണ്ട്. അതിന് മാത്രം ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. പിന്നെ ഇത് ഇപ്പം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഞാൻ കുറേയൊക്കെ മാറ്റും. അതുപോലെ ഈ സൈഡിലുണ്ടായിരുന്നൊക്കെ ക്ലിയർ ചെയ്തു. അപ്പം ഞാൻ ആ സൈഡിൽ നിന്ന് എടുത്തത് കൂടുതലും മറ്റേ ഇൻഡോർ ചട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം കൂടെ നമ്മുടെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഈ സൈഡിൽ കൂടെ അങ്ങ് നിരത്തി വെച്ചു. അപ്പം അവിടെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം എന്താ പറയുക, കിണറിൻ്റെ ആ സൈഡ് കംപ്ലീറ്റ് ഒഴിവാക്കി. അവിടെ ഇനി ഒന്നും വെക്കുന്നില്ല. അവിടെ കുറച്ച് ഈ പൂച്ചകളെയും കൊണ്ടൊക്കെ ഭയങ്കര ശല്യം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ കടിച്ച് അവിടെ കൊണ്ടുവന്ന്, ഇന്നാളൊരു പാമ്പ് അവിടെ കിടന്ന് കിട്ടി. അതുകൊണ്ട് പിന്നെ ഇനി അവിടെ വെക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരുവിധം അവിടുത്തെ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോഴത്തേക്കൊരു ഞങ്ങളൊന്ന് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായി ഞാനും അമ്മ കൂടെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ആ ട്രീ കംപ്ലീറ്റ് സെറ്റ് ചെയ്തു. അമ്മ പകുതി ചെയ്തായിരുന്നു കേട്ടോ, ബാക്കി ഞാനും കൂടെ വന്ന് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഈ വർഷത്തെ ഫൈനൽ ലുക്ക്. ഭയങ്കര രസമാട്ടോ, ഇതിൽ കാണുന്നതിനേക്കഴിഞ്ഞും ഭംഗിയുണ്ട് നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ. കുറച്ച് വലുതും കൂടെ ആട്ടോ, വീഡിയോയിൽ അത്രയ്ക്ക് എനിക്ക് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം വലുതാണ്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂമിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ച് വലിപ്പമുണ്ട്. സിറ്റ് ഔട്ടിലാണ് ഇത് കറക്റ്റ്, പക്ഷെ എന്തോ പ്രാവശ്യം അവിടെ വെച്ചില്ല ഞങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മു പറഞ്ഞു അമ്മൂന് കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അമ്മൂന് പായസം എന്ന് പറഞ്ഞാൽ സേമിയാണ്. അപ്പോൾ എന്തായാലും 2 ദിവസം മുമ്പ് കുറച്ച് സേമിയയും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗുഡ് ലൈഫിൻ്റെ പാലാട്ടം മേടിച്ചത്. കാരണം ഞാനായതുകൊണ്ട് എന്നാ ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് പാക്കറ്റ് പാൽ അധികം ഇരിക്കില്ലല്ലോ, ഇതാകുമ്പോൾ പിന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ മിൽക്ക് മെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂന് മാത്രം ഉണ്ടാക്കുന്നേ ഉള്ളൂ. അമ്മു പിന്നെ അനീറ്റ് വരുമ്പോൾ അവൾക്കും കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് നമ്മൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് എന്താ പറയുക, അത് വലുതായി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കത് രണ്ടും കൂടെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിനകത്തേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മളിത് വറക്കാൻ ഉപയോഗിച്ച ആ നെയ്യ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ സേമിയ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് എന്താ പറയുക ചൂടാക്കി എടുത്താൽ മതി. കാരണം ഇത് ഓൾറെഡി വറുത്ത സേമിയ ആയതുകൊണ്ട് ഇനി അത് വറുത്തെടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് 1/2 ലിറ്റർ പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഗുഡ് ലൈഫിൻ്റെ പാല് തിളപ്പിച്ചിട്ടൊന്നുമില്ല. നമുക്കിതുപോലെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിത് ഈ ഒരു കപ്പിനകത്ത് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ വെള്ളം ഒഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുക, അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഏലക്കയും കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം ഇതിനകത്തുനിന്ന് സ്കിപ്പായി കാണുന്നില്ല. അപ്പോൾ അതും കൂടെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റൊക്കെ മൂടി വെച്ചിട്ട് പിന്നെ എടുത്ത് കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ അമ്മൂന് എല്ലാ പായസങ്ങളൊന്നും ഇഷ്ടമേ അല്ല, ഈ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്തൊന്നും കടിക്കാനും കിട്ടരുത്. അപ്പോൾ ഞാനും അമ്മും ഒക്കെ സേമിയ പായസമൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.